പട്ടാമ്പി തൃത്താല മേഖലകൾ കേന്ദ്രീകരിച്ച് ക്ഷേത്രങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന 6 അംഗ കവർച്ചാ സംഘത്തെയാണ് കൊപ്പം പോലീസ് പിടികൂടിയത്. കൊപ്പം കരിങ്ങനാട് ക്ഷേത്രങ്ങളിൽ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവർ മോഷ്ടിച്ചിരുന്നു. തൃത്താല പട്ടിത്തറ മേഖലകളിലും പലയിടങ്ങളിലായി ഇവർ മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. തിരുവേഗപ്പുറ വിളത്തൂർ ചെമ്പ്രയിലും വീട്ടിൽ മോഷണം നടത്തിയിരുന്നു. മോഷ്ടിച്ച വസ്തുക്കൾ കഴിഞ്ഞ ദിവസം തൃത്താലയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന ഇടയിലാണ് ഇവർ പോലീസിന്റെ പിടിയിലാവുന്നത്. കടയുടമയ്ക്ക് തോന്നിയ സംശയമാണ് ഇവരെ പിടികൂടാൻ ഇടയാക്കിയത്. തൃത്താലയിലെ ഒരു ഷോപ്പിൽ വെച്ചിട്ടാണ് പിടിച്ചത്. കളവ് മുതലുകൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിച്ചതാണ്. 6 പ്രതികളുണ്ട് ഇതില്. ഇവിടുത്തെ 1-2 ക്ഷേത്രങ്ങളിൽ കയറി ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളും എടുത്ത് വിൽപ്പന നടത്താൻ ശ്രമിച്ചതായിരുന്നു. 1-2 സ്ഥലത്ത് കൊണ്ട് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ആയത് നമ്മൾ റിക്കവറി ചെയ്യാൻ നടപടി എടുത്തു വരുന്നുണ്ട്, റിക്കവറി ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് പുറമെ ചില വീടുകളിൽ തിരുവേഗപ്പുറ, ചെമ്പ്ര, കൊപ്പം തുടങ്ങിയ ചില ഭാഗത്തുള്ള വീടുകളിൽ കയറിയിട്ട് അടയ്ക്ക തുടങ്ങിയ മുതലുകൾ മോഷണം നടത്തി വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇതിൽ 3 പേരെയാണ് ആദ്യം പിടികൂടിയത്. പിന്നീട് മറ്റു 3 പേരെ കൂടി വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. തൃത്താല പോലീസിന്റെ സഹകരണത്തോടെയാണ് കൊപ്പം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പട്ടിത്തറ തലക്കശ്ശേരി സ്വദേശി 20 വയസ്സുള്ള നവദത്ത്, പട്ടിത്തറ ആലൂർ സ്വദേശികളായ 21 വയസ്സുള്ള ആദിത്യൻ, 20 വയസ്സുള്ള മുഹമ്മദ് ഷിബിൽ, 22 വയസ്സുള്ള അശ്വിൻ, 19 വയസ്സുള്ള ശ്രീഹരി, കരിങ്ങനാട് വെളിയൂർ സ്വദേശി 20 വയസ്സുള്ള വൈഷ്ണവ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഒരുമിച്ച് പഠിച്ചവരും ഫ്രണ്ട്സുമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ മറ്റു കേസിൽ പ്രതിയായിട്ടുണ്ടോ എന്നത് പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കേരള വിഷൻ, വളാഞ്ചേരി.